ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം നോക്കിക്കോ. എ മാസ് ഓഫ് 200 കിലോഗ്രാം ഈസ് റെസ്റ്റിംഗ് ഓൺ റഫ് ഇൻക്ലൈൻഡ് പ്ലെയിൻ ഓഫ് 30 ഡിഗ്രി. ഇഫ് ദ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ 1/√3 ആണെങ്കിൽ ഫൈൻഡ് ദ ലീസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് ഫോഴ്സസ് ആക്ടിംഗ് പാരലൽ ടു ദ പ്ലെയിൻ ടു കീപ് മാസ് ഇൻ ദ ഇക്വിലിബ്രിയം. ഗ്രേറ്റസ്റ്റ് ആൻഡ് ലീസ്റ്റ് ഫോഴ്സസ് ആക്ടിംഗ് പാരലൽ ടു ദ പ്ലെയിൻ. അപ്പം ഈ ഒരു എഫ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ഫോഴ്സ്. പക്ഷേ സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഫോഴ്സും മിനിമം ഫോഴ്സും മാക്സിമം മിനിമം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അത് കുറച്ച് കാര്യം മനസ്സിലാക്കാനുണ്ട് ഈ ക്വസ്റ്റിനകത്ത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് 2 കേസുകൾ പരിചയപ്പെടാം. ഈ പടം വരച്ചാൽ മനസ്സിലായിരിക്കുന്നു, വീണ്ടും ഞാൻ പറയുന്നില്ല, MG റിസോൾവ് ചെയ്തത് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം 2 കേസിനകത്ത് ആദ്യത്തെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ MG sin θ താഴോട്ട് ആക്ട് ചെയ്യുകയും ഫ്രിക്ഷൻ മേലോട്ട് ആക്ട് ചെയ്യുകയും ഫോഴ്സ് മേലോട്ട് കൊടുക്കുകയും ചെയ്യുന്ന ഒരു കേസാണ്. അപ്പോൾ അതിൻ്റെ ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഈ ഒരു ബോഡി ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണം ഈ MG sin θ എതിർക്കുകയാണെന്ന് വെച്ചോ. അപ്പം ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണം MG sin θ എതിർക്കുന്ന ഒരവസ്ഥയാണ് ഇതിനുള്ളതെന്നുണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ ഫോഴ്സ് ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫ്രിക്ഷണൽ ഫോഴ്സും ഈ ഫോഴ്സും കൂടെ ചേർന്നായിരിക്കും ഈ MG sin θ ഒപ്പോസ് ചെയ്യുന്നത്. ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ആദ്യമേ F ഇല്ലെന്ന് വിചാരിക്കുക, ക്യാപിറ്റൽ F ഇല്ലെന്ന് വിചാരിക്കാം. അപ്പം MG sin θ ഉണ്ട്, ഒരു ചെറിയ ഫ്രിക്ഷണൽ ഫോഴ്സ് ബാഗോട്ടുണ്ട്, താഴോട്ട് നയിക്കുന്ന പോകുകയെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ പോകുന്നൊരു കേസിൽ ഒരു എക്സ്ട്രാ ഫോഴ്സ് ക്യാപിറ്റൽ F നമ്മൾ കൊടുക്കുമ്പോഴായിരിക്കും ഈ സാധനം ഇക്വിലിബ്രിയത്തിലാവുന്നത്. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. ആൻഡ് അത് മിനിമം ഫോഴ്സ് ആയിരിക്കും. അത് മിനിമം ഫോഴ്സ് എന്ന് എങ്ങനെ മനസ്സിലായെന്ന് പറയണമെങ്കിൽ അടുത്ത മാക്സിമം ഫോഴ്സ് എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പം മാക്സിമം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് കാരണം ഇപ്പോൾ നമ്മൾ ഈ ഒരു ഫോഴ്സ് കൊടുക്കുമ്പോഴത്തേക്കും നിന്ന് ഈ ഫോഴ്സ് കൂടി പർട്ടിക്കുലർ ഫോഴ്സ് എത്തുമ്പോഴത്തേക്കും സംഭവിക്കും, ഈ ബോഡി ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് പിറകോട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ആദ്യമേ ഫോഴ്സ് ഇല്ല, ക്യാപിറ്റൽ F 0 ആണ്. 0 ആയിട്ടിരിക്കുമ്പോഴത്തേക്ക് ഈ സാധനം താഴോട്ട് പോകുന്ന അസ്യൂം ചെയ്യുകയാണ്. ഈ F ഈ MG sin θ കട്ടിങ് കുറവാണെന്ന് അസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ അസ്യൂം ചെയ്യുമ്പോഴത്തേക്ക് ഈ ഫോഴ്സ് താഴോട്ട് പോകുന്ന ബ്ലോക്കിൽ പിടിച്ച് നിർത്താൻ വേണ്ടി ഒരു ക്യാപിറ്റൽ F വേണം. ആ ക്യാപിറ്റൽ F നമ്മൾ സപ്ലൈ ചെയ്തു. ഇനി ക്യാപിറ്റൽ F ഞാൻ വീണ്ടും കൂട്ടുവാണ്. അപ്പോൾ 0 നിന്ന് കൂട്ടി ക്യാപിറ്റൽ F എത്തി. ഇനി വീണ്ടും കൂട്ടി കുറേ പോകുമ്പോഴത്തേക്ക് ഈ F കാരണം ഈ ബോഡി മേലോട്ട് പോകാനൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ഫ്രിക്ഷൻ ഫോഴ്സ് പിറകോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോഴത്തെ ഇക്വിലിബ്രിയത്തിന് ഈ എഫും MG sin θ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ മാത്രമേ ഈ എഫിനെ അവർക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. ഇവർ ഇതിനെ ബാലൻസ് ചെയ്യണം. അത് മാക്സിമം കേസ്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലായി വിശ്വസിക്കുന്നു. ഒന്നുകൂടെ വേണമെങ്കിൽ ഒന്ന് കണ്ടോളൂ. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ ക്വസ്റ്റ്യൻ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ 2 കേസുകളാണ് നമുക്കിവിടെ അനലൈസ് ചെയ്യാനുള്ളത്. അപ്പം ഈ കേസുകൾ എന്താണെങ്കിലും ഫ്രിക്ഷൻ്റെ ഡയറക്ഷനാണ് ഇവിടെ മാറ്റം ഉണ്ടാകുന്ന സാധനം. ഫ്രിക്ഷൻ്റെ മാഗ്നിറ്റ്യൂഡ് മാറ്റമില്ല. കാരണം അത് മ്യൂ ഇൻറ്റു റിയാക്ഷനാണ്. റിയാക്ഷൻ മാറാൻ വേണ്ടി ഇവിടെ നടക്കുന്നില്ല. റിയാക്ഷൻ്റെ R എന്ന് പറഞ്ഞാൽ MG cos θ ആണ്. ഇത് MG cos θ ആണ്. MG cos θ ആണ് റിയാക്ഷൻ, അതറിയാം. അപ്പം മ്യൂ ഇൻറ്റു MG cos θ ആണ് ഫ്രിക്ഷൻ. അപ്പം അത് നമ്മൾ ആദ്യമേ വെറുതെ കണ്ടുപിടിച്ചു. എഫിൻ്റെ ഡയറക്ഷൻ ഇല്ല, മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് കണ്ടുപിടിച്ചത്. F = μr μmg cos θ. മ്യൂ അറിയാം, 1/√3 ഇൻറ്റു M 200 ഇൻറ്റു 9.8 G ഇൻറ്റു cos θ എടുത്ത് cos 30 കൊടുത്തു. അപ്പോൾ കൊടുത്തപ്പോൾ 980 ന്യൂട്ടൺ എന്നൊരു വാല്യൂ നമ്മൾ എത്തിച്ചേർന്നു. ഇനി നമുക്ക് കേസ് 1 ഈ ഫ്രിക്ഷൻ്റെ വാല്യൂ വെച്ചിട്ട് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഈ കേസിൽ ഇതിപ്പം ഇക്വിലിബ്രിയമാണ്, നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നെറ്റ് ആക്സിലറേഷൻ ഇല്ല. ഇവിടെ സെക്കൻഡ് ലോ നമുക്ക് ആവശ്യമില്ല. ഇവിടെ തേർഡ് ലോ നമുക്ക് ഇങ്ങോട്ട് കൊടുക്കുന്ന ഫോഴ്സ് ഷുഡ് ബി ഈക്വൽ ടു ഈ ഫോഴ്സ്. അത്രേ ഉള്ളൂ. MG sin θ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ F പ്ലസ് സ്മോൾ f. അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ MG sin θ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനൊരു സംഭവം കിട്ടും. -980 എന്ന് കിട്ടും. ഇത് ചെയ്യുമ്പോൾ 980 തന്നെ കിട്ടുന്നതുകൊണ്ട് ക്യാപിറ്റൽ F 0 ആയിരിക്കും. അപ്പോൾ മിനിമം ഫോഴ്സ് റിക്വയർഡ് ഈ 0, അതായത് ഫോഴ്സ് അപ്ലൈ ചെയ്തില്ലെങ്കിലും ഈ സംഭവം അനങ്ങാതെ നിന്നോളും എന്നുള്ളതാണ് ആ ഒരു കണ്ടീഷൻ. ഓക്കെ, ഇനി അടുത്ത കേസ് 2 എന്ന് പറയുമ്പോൾ ഇതാണ് കേസ്. ഈ കേസ് എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷന് MG sin കൂടെ ചേരുന്നത് ഷുഡ് ബി ഈക്വൽ ടു ക്യാപിറ്റൽ F sin θ പ്ലസ് സ്മോൾ f ഈക്വൽ ടു ക്യാപിറ്റൽ F. അപ്പോൾ F ഈക്വൽ ടു 2 ഇൻറ്റു അല്ലെങ്കിൽ 980 + 980 1960 എന്നൊരു സംഭവം വരും. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു സംഭവം. ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. ബട്ട് മനസ്സിലായി കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുന്നെങ്കിൽ ചെയ്യണം. പിന്നെ വേറൊരു സംഭവം ഇവിടെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം, ഈ എഫിൻ്റെ വാല്യൂ ഇപ്പോൾ MG sin θ ഈക്വൽ ആയിട്ടുണ്ട്. ഇനി എഫിൻ്റെ വാല്യൂ MG sin θ കൂടുതലാണെങ്കിലും ഇതിങ്ങനെ അനങ്ങാതെ നിൽക്കും. അപ്പോൾ നമ്മൾ ഈ ക്യാപിറ്റൽ Fൻ്റെ വാല്യൂ ഉണ്ടെങ്കിൽപ്പോഴത്തേക്ക് ചിലപ്പോൾ നെഗറ്റീവ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ F 0 എന്ന് പറയണം. കാരണം ആ ഫോഴ്സ് കൊടുക്കാതിരിക്കുകയാണ്. നെഗറ്റീവ് കൊടുത്താലും കുഴപ്പമില്ലെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്, ഇക്വിലിബ്രിയം ആവാൻ വേണ്ടിയിട്ട്. ബട്ട് ആക്ച്വലി അങ്ങനെ സംഭവിക്കത്തില്ല. അപ്പം അങ്ങനെ ഒരു ഡൗട്ട് നമുക്ക് വരാം, അങ്ങനെ ഒരു രീതിയിൽ വരാൻ സാധ്യതയുണ്ടോ എന്ന ഡൗട്ട് നമുക്ക് വരാം. പക്ഷേ അങ്ങനെ വരത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഈ സംഭവം ഫ്രിക്ഷൻ്റെ ഫോഴ്സ് കൂടി ഇതിനെക്കാട്ടും കൂടുതലാണെങ്കിൽ ഇതിനെ മേലോട്ട് പോകണം.
അങ്ങനൊരു കേസ് ഉണ്ടാകത്തില്ല. ഈ എം ജി സൈൻ തീറ്റ എഫിന് ഈക്വലായി ഒരു പർട്ടിക്കുലർ മാക്സിമം എത്തിയതിന് ശേഷമാണ് ഈ സംഭവം താഴോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതിനൊക്കെ ചിന്തിക്കാനുള്ള ഒരു ഇതുണ്ട്. അപ്പം ആ ഒരു ചിന്ത വേണ്ട. എഫ് നമുക്ക് എടുക്കുമ്പോൾ കിട്ടും, ഈ എഫും നമുക്ക് എടുക്കുമ്പോൾ കിട്ടും. 2 കേസാണ്, 2 കേസിൽ കിട്ടും. ഓക്കെ, അപ്പം ഒരു കൺഫ്യൂഷനും വേണ്ട, അത്രയേ ഉള്ളൂ സംഭവം. അടുത്ത ക്വസ്റ്റ്യൻ അതിന് നമുക്ക് ഇല്ല കറങ്ങി സെൻട്രിപിറ്റൽ ഫോഴ്സിൻ്റെയൊക്കെ ഒരു അതുള്ളൂ. അപ്പോൾ ഞാൻ ഇതിനകത്തൊക്കെ ഇക്വേഷൻ വെച്ച് ഡയറക്റ്റ് ചെയ്യത്തതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഡെറിവേഷനൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ ഡെറിവേഷൻ നോക്കിയാൽ മതി. ഡെറിവേഷനകത്ത് നമുക്ക് വാല്യൂ മാസ് ഇട്ട് കൊടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ അത്രയും കഷ്ടപ്പെടുന്നില്ല, ഒരു വലിയ ഡെറിവേഷനാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഇക്വേഷൻ നമ്മൾ ജസ്റ്റ് വളരെ സിമ്പിളായിട്ട് വേണമെങ്കിൽ ബേസ് സ്ക്വയർ ഇക്വൽ ടു മ്യൂ ജി ആർ ജി ടാൻ തീറ്റ അല്ലെങ്കിൽ മ്യൂ ആർ ജി അല്ലെങ്കിൽ ആ ഒരു വലിയ ഫോമുല, ആ 3 ഫോമുല ജസ്റ്റ് കാണാൻ വേണ്ടി വെച്ചാൽ മതി. അത്രേ ഉള്ളൂ. എ ബെൻഡ് ഇൻ എ ലെവൽ റോഡ് ഹാസ് എ റേഡിയസ് അതിൻ്റെ 100 മീറ്റർ. അപ്പോൾ ഫൈൻ മാക്സിമം സ്പീഡ് വിച്ച് എ കാർ ടേണിംഗ് ദിസ് ബെൻഡ് മേ ഹാവ് അപ്പോൾ സ്കിഡ് ചെയ്യാൻ തൊട്ട് മുന്നേ ഉള്ള ആ ഒരു അവസ്ഥയാണ് പറയുന്നത്. മാക്സിമം വെലോസിറ്റി പോകുമ്പോഴത്തേക്ക് ഇവിടുത്തെ കോഎഫിഷ്യന്റ് ഫ്രിക്ഷൻ തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ സംഭവമൊന്നുമില്ല. വി മാക്സ് ഈസ് ഇക്വൽ ടു മ്യൂ ഇൻറ്റു ആർ ഇൻറ്റു ജി ചെയ്യുമ്പോൾ വി മാക്സ് കിട്ടിക്കോളും. ഈ ഫ്രിക്ഷൻ തന്നിരിക്കുന്നത് 0.8 ആണ്. ഇത് കണ്ടാൽ മനസ്സിലാവത്തില്ലെങ്കിൽ 0.8 ആണ് ആ വാല്യൂ. ഇട്ട് കൊടുക്കുമ്പോൾ ആൻസർ കിട്ടും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. മ്യൂ ആർ ജി വി സ്ക്വയർ ഇക്വൽ വി മാക്സ് സ്ക്വയർ ഇക്വൽ മ്യൂ ആർ ജി. ഇനി അതേപോലെ ബാങ്കിങ്, അതായത് എ ട്രെയിൻ ഹാസ് ടു നെഗോഷിയേറ്റ് എ കർവ് ഓഫ് 400 മീറ്റർ by how much should the outer rail must be raised with respect to the inner rail for a speed of 48 km/h. The distance between the rails is 1 meter. അപ്പം ഇനി അത് തന്നിട്ടുണ്ട്, വെലോസിറ്റി തന്നിട്ടുണ്ട് 40 km/h ആണ്. അപ്പം 48 km/h മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ 5/18 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഞാൻ നേരത്തെ എടുത്ത് പറഞ്ഞായിരുന്നു. ഇനി ഇവിടെ ബാങ്ക് നോക്കുമ്പോഴത്തേക്ക് ഈ റെയിലിൻ്റെയൊക്കെ ബാങ്ക് ഭയങ്കര ചെറുതായിരിക്കും. അപ്പം നമുക്ക് ഭയങ്കര കുഞ്ഞ് ബാങ്കിങ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇത് എച്ച് ആണെങ്കിൽ ഇത് 1 മീറ്റർ ആണെങ്കിൽ നമുക്ക് ഇത് 1 മീറ്റർ എന്ന് അസ്യൂം ചെയ്യാം, 2 1 മീറ്റർ അസ്യൂം ചെയ്യാം. അപ്പം ഇത് സൈൻ തീറ്റ ഈസ് ഇക്വൽ ടാൻ തീറ്റ അസ്യൂം ചെയ്യാം. ഓക്കെ, കാരണം ഈ തീറ്റ ഭയങ്കര ചെറുതായതുകൊണ്ടാണ്. 6 എന്ന് പറഞ്ഞാൽ 200 മീറ്റർ ആണോ, അല്ല 400 മീറ്ററാണ് 6 എന്ന് പറഞ്ഞാൽ. 400 മീറ്ററാണ്. പക്ഷേ 1 മീറ്ററേ ഉള്ളൂ ഇതിൻ്റെ ഈ ഹൈറ്റ്, അല്ല ഇതിൻ്റെ ഈ ഒരു സ്ലാൻഡിങ്. അപ്പം എച്ച് കണ്ടുപിടിക്കണം, ഇത് 1 മീറ്റർ ആണ് പിടിക്കണം. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാം, വി മാക്സ് സ്ക്വയർ ഇസ് ഇക്വൽ ടു ആർ ജി ടാൻ തീറ്റ. ഇവിടെ തന്നെ വി മാക്സ് സ്ക്വയർ ഇസ് ഇക്വൽ ടു മ്യൂ ആർ ജി. ഞാൻ മ്യൂ ഇസ് ഇക്വൽ ടു മ്യൂ ആർ ജി എന്നാണ് നേരത്തെ പറഞ്ഞെങ്കിൽ സോറി, വി മാക്സ് സ്ക്വയർ ആണ് മ്യൂ ആർ ജി. ഓക്കെ, അപ്പോൾ വി മാക്സ് സ്ക്വയർ ഇസ് ഇക്വൽ ടു ആർ ജി ടാൻ തീറ്റ. ഇവിടെ മ്യൂവിന് പകരം ടാൻ തീറ്റ വന്നത്. ഇവിടെ മ്യൂ ഇല്ല, കാരണം ഇവിടെ ഫ്രിക്ഷണൽ കോഎഫിഷ്യന്റിനെ പറ്റി ഒന്നും വേണ്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ മ്യൂ ഇല്ലാത്തത്. അപ്പോൾ മ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ നമുക്കറിയാം, ആ ഒരു നമ്മൾ ചെയ്തിട്ടുണ്ട് വലിയൊരു ഇക്വേഷൻ വരുന്ന കേസ് മ്യൂ പ്ലസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ. നമ്മൾ മ്യൂ പ്ലസ് ടാൻ തീറ്റ ഡിവൈഡ് 1 മൈനസ് മ്യൂ ടാൻ തീറ്റ അങ്ങനെ ഒരു സംഭവം അത് നമ്മൾ പഠിച്ചായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ടാൻ തീറ്റയ്ക്ക് ഈ സൈൻ തീറ്റയുടെ വാല്യൂ വേണ്ടിയിട്ടാണ്. കാരണം നമുക്ക് കുഴപ്പമൊന്നുമില്ല, ടാൻ തീറ്റ ഉണ്ടെങ്കിൽ ടാൻ തീറ്റ ഇടാം. ഇടുമ്പോഴത്തേക്ക് ഓപ്പോസിറ്റ് ഡിവൈഡ് ബൈ അഡ്ജസൻസ് ഇടാം. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് ഇട്ടാലും അത് തന്നെ ആൻസർ വരും. സോ സൈൻ തീറ്റ ടാൻ തീറ്റ എന്തായാലും കുഴപ്പമില്ല. എച്ച് ഡിവൈഡ് ബൈ 1 അല്ലെങ്കിൽ എച്ച് ഡിവൈഡ് ബൈ എൽ എന്ന് ടെക്സ്റ്റ് ഇടുവാണ്. എന്നിട്ട് നമ്മൾ എച്ചിനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, എത്ര ഹൈറ്റ് പൊങ്ങുന്നത്. അപ്പം എച്ച് ഇസ് ഇക്വൽ ടു മറ്റേ ടേംസ് എഴുതിയാൽ മതി. എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് 0.0454 മീറ്റർ എന്ന ആൻസർ കിട്ടും. സോ അതൊരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ വരുന്നത് ഫിസിക്സിനകത്ത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ നമുക്ക് നാളെ ഒരു പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം.